കേരളത്തിൽ ഇത്തവണ കൂടുതൽ സീറ്റുകൾ നേടുക 52 നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കേന്ദ്രം സംസ്ഥാന ഘടകത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി JP നദ്ദ അടുത്ത മാസം 6-ാം തീയതിയോടുകൂടി തിരുവനന്തപുരത്തെത്തി സംസ്ഥാന നേതാക്കളെ കാണും. ബൂത്ത് തലത്തിലുള്ള വിവരശേഖരണത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് കേന്ദ്രം ഇത്തരത്തിലൊരു പ്രൊജക്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതും 8 നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാമതും എത്തി എന്നത് കൂടാതെ കുറേ അധികം നിയമസഭാ മണ്ഡലങ്ങളിൽ ഇടതിനും വലതിനുമൊപ്പം തന്നെ അടുത്ത 3-ാം സ്ഥാനത്താണെങ്കിൽ പോലും അടുത്തെത്താൻ പല മണ്ഡലങ്ങളിൽ കഴിഞ്ഞിട്ട് അത്തരം മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ലിസ്റ്റാണ് 52 നിയോജക മണ്ഡലങ്ങളിലെ. ആ 52 നിയോജക മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക. അതിനുവേണ്ടി ഇപ്പോഴേ പ്രവർത്തനം ആരംഭിക്കുക. ഇപ്പോഴേ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ആയിരിക്കും ഫസ്റ്റ് ടെസ്റ്റ് ഡോസ് എന്ന രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 52 സീറ്റുകൾ ലക്ഷ്യമിട്ട് മുൻപോട്ട് പോവുക. ഒപ്പം തന്നെ ക്രിസ്തീയ വിശ്വാസികൾ അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹത്തെ കൂടുതൽ അടുപ്പിച്ചു നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനവുമായി മുൻപോട്ട് പോവുക. ഇതിനൊക്കെ കേന്ദ്രത്തിൻ്റെ സഹായം ഉണ്ടാകും. കേന്ദ്രത്തിൻ്റെ നേതാക്കന്മാരും മന്ത്രിമാരും അടക്കം വരും ദിവസങ്ങളിൽ കേരളത്തിൽ സജീവമാകും. താഴെ തട്ട് മുതൽ പാർട്ടിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ആദ്യ ഘട്ടത്തിൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടുക. ഒപ്പം തന്നെ 52 നിയമസഭാ മണ്ഡലങ്ങൾ വിജയം ലക്ഷ്യമിട്ടുകൊണ്ട് BJP കളത്തിലിറങ്ങുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.